IS റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് NIA കോടതി. മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രസ്താവിക്കും. SS ശരണിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? ശ്രുതി, ഈ കേസിൽ 2 പ്രതികൾ മാത്രമാണുള്ളത്. ഈ 2 പേരും കുറ്റക്കാരാണെന്നുള്ളതാണ് കൊച്ചി NIA കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കുറ്റക്കാരാണെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച മറ്റന്നാൾ ശിക്ഷാവിധി കോടതി പുറപ്പെടുവിക്കും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2017-18 കാലത്താണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ IS ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനു പുറമെ തന്നെ റിക്രൂട്ട്മെന്റ്, അതായത് ആളുകളെ റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചു, IS-ലേക്ക് റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ പരിശീലനം സംഘടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ കുറ്റമായി ചുമത്തുകയും ചെയ്തിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട UAP-ലെ 2 വകുപ്പുകളാണ്. ഒന്ന് UAP 38 ആണ്. അത് IS-ൽ അംഗത്വം നേടാനുള്ള ശ്രമമാണ്. ഇതിനു പുറമെ UAP 39 അത് IS ആശയം പ്രചരിപ്പിച്ചതിനാണ്. ഇതിനു പുറമെയാണ് IPC വകുപ്പായ IPC-യിലെ 120B കൂടി, അതായത് ഗൂഢാലോചന വകുപ്പ് കൂടി ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. നേരത്തെ ഈ 2017-18 കാലത്ത് ഇവർ ഇത്തരത്തിൽ IS ആശയം പ്രചരിപ്പിക്കുന്നു, അതിനുശേഷം റിക്രൂട്ട്മെന്റിന് ശ്രമിക്കുന്നു. അതിന് പിന്നാലെ ഇവർ ഈ കേസ് വരുന്നു, ഇവർ അറസ്റ്റിലാകുന്നു. അങ്ങനെ ഈ 2 പ്രതികളും വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ ഈ ഉക്കടം സ്ഫോടന കേസ് നടക്കുന്നത് 2022-ലാണ്. അതിലെ ഈ പ്രതികളെ ജയിലിലെത്തി കണ്ടു എന്നുള്ളത് NIA കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 പ്രതികളെയും ഉക്കടം സ്ഫോടന കേസിലും പ്രതികളാക്കിയിരുന്നതാണ്. ആ കേസിൽ വിചാരണ തുടരുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ IS റിക്രൂട്ട്മെന്റ് കേസിൽ 2 പേരും കുറ്റക്കാരാണെന്നുള്ളത് വിധിച്ചിരിക്കുന്നത്. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.